തമ്പ്രാക്കന്മാർ പറയും അടിയാന്മാർ അനുസരിക്കണം എന്നതാണ് CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. ഭൂമാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള TI മധുസൂദനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായെന്നും തൃക്കരിപ്പൂരിലെ തോൽവിക്ക് ഇത് കാരണമായി എന്നുമാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ നമുക്കറിയാം വലിയ വിമർശനം CPM നേതൃത്വത്തിനെതിരെ, പിണറായി വിജയനെതിരെ, ഗോവിന്ദനെതിരെ ഒക്കെ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അതിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത വിമർശനം ഇത്തരത്തിൽ കാസർഗോഡും സംഭവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇതിപ്പോൾ കുറച്ചുകൂടി കടുത്ത വിമർശനമാണ് കാസർഗോഡ് എന്ന് മനസ്സിലാകുന്നു. മധുസൂദനെ മത്സരിപ്പിച്ച കാര്യം അവിടെ സൂചിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം തമ്പ്രാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ നേതാക്കന്മാരെ. രഞ്ജിത്തെ, തീർച്ചയായും മറ്റു ജില്ലകളിൽ പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ ഗോവിന്ദനെതിരെയും വലിയ തോതിൽ വിമർശനം ഉയർന്നെങ്കിലും കാസർഗോഡ് ജില്ലയിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ അതിലൊരു പടി കടന്നാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് പിണറായി വിജയനെയും ഗോവിന്ദനെയും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ തമ്പ്രാക്കന്മാർ പറയും അത് അടിയാന്മാർ അനുസരിക്കണം എന്നതാണ് പാർട്ടിയിലെ പലപ്പോഴുമുള്ള നിലപാടെന്ന് അംഗങ്ങൾ വിമർശിച്ചു. അതോടൊപ്പം തൃക്കരിപ്പൂരിലെ പരാജയം, അത് തൃക്കരിപ്പൂരിൽ നിന്നുള്ള ഒരു അംഗം തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. അതായത് പയ്യന്നൂരിലെ TI മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ തോതിൽ തൃക്കരിപ്പൂരിൽ ബാധിക്കാൻ ഇടയായി. പ്രത്യേകിച്ച് ഭൂമാഫിയുമായി ഒക്കെ ബന്ധമുള്ള മധുസൂദനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതാണ് തൃക്കരിപ്പൂരിൽ തിരിച്ചടിക്ക് ഒരു കാരണമെന്നാണ് ഈ അംഗം പറഞ്ഞത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഞ്ചേശ്വരം. നമുക്കറിയാം വലിയ തോതിൽ ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ മഞ്ചേശ്വരത്ത് CPMന്റെ സ്ഥാനാർത്ഥിയായ KR ജയാനന്ദയാണ് തന്നെ രക്തസാക്ഷിയാക്കിയെന്ന ഒരു വിമർശനം ഉന്നയിച്ചത്. മാത്രമല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം പറഞ്ഞത് 20,000-ഓളം CPIM വോട്ടുകൾ മറിഞ്ഞതിൽ ഇടപെടലുണ്ടായി എന്ന ഒരു ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് ഇന്നലെ ഉയർന്നെങ്കിൽ ഇന്ന് ജില്ലാ കമ്മിറ്റിയാണ് ചേരുന്നത്. ഇന്നും നാളെയും മറ്റന്നാളുമാണ് ജില്ലാ കമ്മിറ്റി ചേരാൻ നേരത്തെ തീരുമാനിച്ചതെങ്കിലും അത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വിമർശനം, ഇത്തരത്തിൽ രൂക്ഷ വിമർശനമൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ഇന്നത്തേക്ക് തന്നെ മാറ്റിവെക്കുന്ന സാഹചര്യമായുണ്ട്. അങ്ങനെ ഇന്നും നാളെയുമായാണ് ജില്ലാ കമ്മിറ്റിയിൽ ഇതിനേക്കാളും കൂടുതൽ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കരുതുന്നത്. അത് മാത്രമല്ല കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജില്ല രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് CPIMന് ഒരൊറ്റ MLA പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആകെ ബൈജു, ഈ മഞ്ചേശ്വരത്തെ സാഹചര്യം നമ്മൾ പരിശോധിച്ച 20,000 വോട്ടുകളോളം മഞ്ചേശ്വരത്ത് നഷ്ടപ്പെട്ടിരുന്നു CPMന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ. അത് വളരെ കൃത്യമായി തന്നെ പോയത് ലീഗിലേക്കാണ്. അപ്പോൾ സ്ഥാനാർത്ഥി തന്നെ നിർത്തി ചതിച്ചു എന്നുള്ള അഭിപ്രായം പങ്കുവെക്കുകയാണോ ജില്ലാ സെക്രട്ടേറിയറ്റിൽ? അതെ രഞ്ജിത്ത്, അത്തരത്തിലുള്ള വിമർശനമാണ് KR ജയാനന്ദ ഈ ഒരു സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചത്. അതായത് അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് തന്നെയാണ്, തന്നെ ഇത്തരത്തിൽ രക്തസാക്ഷി എന്നാണ്. പ്രധാനമായും ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാൻ കാരണം ആദ്യം മറ്റൊരു സ്ഥാനാർത്ഥിയെയാണ് മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കാൻ ധാരണയായതും അത്തരത്തിൽ തീരുമാനം. പക്ഷേ പിന്നീട് പെട്ടെന്നാണ് KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ തന്നെ ഒരു രക്തസാക്ഷിയൊക്കെ ആക്കിയെന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം 20,000-ഓളം CPIM വോട്ടുകൾ മറിഞ്ഞതിൽ ഇടപെടലുണ്ടായി എന്ന് അദ്ദേഹം ആരോപണം കൂടി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ തോതിൽ പൊട്ടിത്തെറി ഉണ്ടായ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് ഇന്നലെ കഴിഞ്ഞതെങ്കിൽ ഇന്ന് അതിലും കൂടുതൽ രൂക്ഷ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ജില്ലാ കമ്മിറ്റി നമുക്കറിയാം കൂടുതൽ അംഗങ്ങളുണ്ട്, വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകാനുള്ള ഒരു വേദിയാണ്. മറ്റ് ജില്ലകളിലും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഏതായാലും കാസർഗോഡ് ജില്ലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ല രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥ CPIMന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് തൃക്കരിപ്പൂർ ഒരിക്കലും ഏത് തരംഗമുണ്ടായാലും അത് ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ നഷ്ടപ്പെട്ടത് വലിയ തോതിലുള്ള ഒരു ആഘാതമായി. അതോടൊപ്പം ഉദുമ 30 വർഷത്തോളമായി ഇടതിന്റെ കയ്യിലുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം നഷ്ടപ്പെട്ടതും വലിയ തോതിൽ വിമർശനം ഉണ്ടായി. പ്രത്യേകിച്ച് CH കുഞ്ഞമ്പുവിനെതിരെയും വിമർശനം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജില്ലാ സെക്രട്ടറി ഇന്നലെ 8 മണിയോടുകൂടിയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് അവസാനിക്കുന്നത്. ഇന്ന് ഏതായാലും ഈ ജില്ലാ കമ്മിറ്റിയിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചേക്കാം. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥിത്വവും അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അത് കാസർഗോഡ് ജില്ലയും ബാധിച്ചു എന്ന തരത്തിലാണ് സെക്രട്ടേറിയറ്റിൽ
ഉയർന്നു വന്ന വിമർശനം അത് ഇന്നും തുടരും. അത്തരത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായേക്കാം. ഏതായാലും തമ്പ്രാക്കന്മാർ പറയും അത് തങ്ങൾ അനുസരിച്ചോളണം എന്ന ഒരു നിലപാട് പലപ്പോഴും ഉണ്ടാകുന്നു എന്ന രൂക്ഷ വിമർശനവും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 10 മണിയോടുകൂടി ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരും. രഞ്ജിത്ത്. ശരി ബൈജു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.